ഒരു ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻ കഴുകി വൃത്തിയാക്കി ഇച്ചിരി മഞ്ഞളും ഉപ്പും മുളകും കൂടെ പുരട്ടി ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടി വെച്ചിരുന്നതാണ്. മറ്റു കാര്യങ്ങളൊക്കെ റെഡി ആകുമ്പോഴത്തേനും അത് ചീത്തയായി പോയിരിക്കാനാണ് അങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചത്. ഫ്രീസറിലല്ല, താഴെ വെച്ചിരുന്നതാണ്. 700 ഗ്രാമോളം ഉണ്ട്. പിന്നെ ഇത് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചുമന്ന മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, ഉലുവാപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ഉലുവായുണ്ട്, കടുക്, മഞ്ഞൾ, ഉപ്പ്. പുളി ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് തിളപ്പിച്ച്, അതായത് പുളി ഉരുക്കുക എന്ന് പറയും. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പും പുളിയും കൂടെ ഇട്ട് തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയും നമുക്ക് എണ്ണ ചൂടായി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അതോടൊപ്പം അല്പം ഉലുവായും കൂടെ ഇടാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ടൊന്ന് വഴറ്റി എടുക്കും. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന്, വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് മഞ്ഞൾ പൊടി ഇടണം. മുളക് പൊടി ഇടുക. കാശ്മീരി ചില്ലിയാണ്. എരി അധികം ഉപയോഗിക്കാനൊക്കാത്തത് കൊണ്ട് അല്ലെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ഇടാം. ഒരു ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ഇടണം. എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും, തീ കുറച്ച് വെച്ച് വേണം പൊടിയൊക്കെ മൂപ്പിക്കാനായിട്ട്. മൂത്ത് വരുമ്പോഴത്തേനും പുളി ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പിട്ട് വെച്ചിരുന്നത് ഞാൻ വെള്ളത്തിൽ ഉരുക്കി വെച്ചിരിക്കുകയാണ്. തിളപ്പിച്ച് കുറച്ച് നേരം വറ്റിച്ച് ഉരുക്കി വെച്ചിരിക്കുകയാണ്. ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ചിലർ ചുമന്നുള്ളി ഉപയോഗിക്കും. ചുമന്നുള്ളി ഞാൻ ഇതിനെടുക്കുന്നില്ല. ചുമന്നുള്ളി അധികം ഉപയോഗിക്കുന്നു ഇരിക്കത്തില്ല മീൻ, അതുകൊണ്ട് എടുക്കത്തില്ല. പുളിവെള്ളം നല്ലപോലെ തിളച്ചു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കുക. കടുവറുത്ത് അതിനോടുകൂടി അരപ്പും എല്ലാം ചേർത്ത് പുളി ഉരുക്കിയ വെള്ളം ഒഴിച്ച് പുളിയും ഇട്ട് ഇതെല്ലാം കൂടെ തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ മീൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അങ്ങ് വേവ് എളുപ്പം. തീ ഒരു മീഡിയം തീയിൽ വെച്ച് കൊടുത്താൽ മതി. മീഡിയം തീയിലോട്ടാക്കി മീനെല്ലാം അതിനകത്തിട്ട് അല്പം കൂടെ വെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. തിളച്ച് കഴിയുമ്പോൾ ഇച്ചിരി ഒന്ന് വറ്റും. അതിനകത്ത് സ്വല്പം കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. കടുക് വറുത്തപ്പോൾ നമ്മൾ ഇട്ടിരുന്നു. കറിവേപ്പില ഇടുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില ഇട്ട് അല്പം കൂടെ വെള്ളം വേണമെങ്കിൽ അടച്ചു വെച്ച് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വേവട്ടെ. ഇപ്പോൾ 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. മീൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഉപ്പ് നോക്കിയിരുന്നു, വേണ്ടി ചേർക്കേണ്ടി വന്നില്ല. പുളി ഉരുക്കിയ വെള്ളത്തിനകത്തിലെ ഉപ്പ് ധാരാളം മതിയായിരുന്നു. ഇനിയും ഇത് നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷം ഇച്ചിരി കൂടി ഇരുന്ന് കുറുകും. അതുപോലെ പുളി നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ പുളി 1-2 കഷ്ണം എടുത്തങ്ങ് മാറ്റിയാൽ മതി. തൂട്ടുപുളിയുടെ 1-2 കഷ്ണം എടുത്തങ്ങ് മാറ്റിയാൽ മതി. അരപ്പ്
ഇരുന്ന് കഴിയുമ്പോൾ അരപ്പയിലെ പുളി കുറയുകയും മീനെ പുളി പിടിക്കുകയും ചെയ്യും. അന്നേരം അതൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് വേണം പുളി മാറ്റണമെങ്കിൽ മാറ്റാൻ. നമുക്ക് അടുപ്പങ്ങ് ഓഫാക്കാം. ഇനി അത് അല്പം നേരം തുറന്നിരുന്ന് ആറട്ടെ. ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞ്